മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നമുക്കൊക്കെ സുപരിതമായ കച്ചോലം എന്ന് പറയുന്ന ഒരു ആയുർവേദ അത്ഭുത പച്ചമരുന്നിൻ്റെ കൃഷി രീതിയാണ്. ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വൻതോതിൽ പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രചാരമുള്ള ഒരു ആയുർവേദ പച്ചമരുന്നാണ് കച്ചോലം. ഇത് പഴയ കാലങ്ങളിൽ മുത്തശ്ശിമാരും ഒക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇന്നിത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഇത് സംബന്ധിച്ച യാതൊരു അറിവുമില്ലാതിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, വളരെ അധികം ഔഷധ മൂല്യമുള്ള നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിളയാണ്, ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ് കച്ചോലം. അപ്പോൾ ഈ കച്ചോലം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന രീതിയും കൃഷി ചെയ്താൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളുമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയൽ എണ്ണിയാലൊടുങ്ങാത്ത അത്ര രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഈ കച്ചോലം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ എന്തായാലും നമുക്ക് കച്ചോലം നടാം. അപ്പോൾ കച്ചോലം നമുക്ക് തറയിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായതിനാൽ ഇപ്പോഴേ പലരും ചെയ്യുന്നത് ചട്ടികളിലും അതുപോലെ ഗ്രോ ബാഗുകളിലും പിന്നെ കുറച്ചുകൂടെ സ്ഥലമുള്ളവർക്ക് ചാക്കിലും ഒക്കെ കൃഷി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇത്രയും വിത്തുള്ളതുകൊണ്ട് ഇത് ചട്ടിയിലൊക്കത്തില്ല, ഇത് ചാക്കിനകത്ത് കൃഷി ചെയ്യുന്ന വിധമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായി വേണ്ടത് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ്. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് അകത്തോട്ട് മടക്കി വെക്കണം. ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് നമ്മൾ അകത്തോട്ട് മടക്കി മടക്കി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ ചാക്കിന് കുറച്ചുകൂടി ഈ കട്ടി ലഭിക്കും. ഇല്ലെങ്കിൽ ഒരു വർഷത്തോളം, ഒരു 8-9 മാസത്തോളം ഇതിങ്ങനെ ഇരിക്കണം. ഇല്ലെങ്കിൽ ഇത് ചൂടുമൊക്കെ അടിച്ച് ഇത് നശിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ അകത്തോട്ട് മടക്കി. ഇപ്പം നല്ല കട്ടി ചുറ്റിച്ചു വളരുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഉയരം ഇതിനാവശ്യമില്ല. ഇത്രയും ഉയരമൊന്നും വേണ്ട. ഇഞ്ചി മഞ്ഞളൊക്കെയാണെങ്കിൽ നല്ല ഉയരത്തിലുണ്ട്. ഇത് ഇത്രയും ഉയരം ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് ഒന്നുകൂടി മടക്കേണ്ടിയിരിക്കും. അപ്പോൾ സാമാന്യം നമുക്കിതിൻ്റെ ഉയരം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കുറച്ച് കൊണ്ടുവരും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മടക്കി തയ്യാറാക്കിയ ഈ ചാക്കിൽ കുറച്ച് കരിയില നമ്മളിടാൻ പോവുകയാണ്. ഏത് കരിയിലയായാലും നമുക്കിടാം. ഇന്ന കരിയിലൊന്നുമില്ല. ഇതിപ്പോൾ ആഞ്ഞിലിയുടെ കരിയിലയാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഈ കരിയില ഇതിനകത്ത് നമ്മൾ പൊള്ളിച്ചു മനസ്സിലാക്കണം. ആഞ്ഞിലിയുടെ കരിയിലയാണ് നമ്മളിപ്പോൾ പൊളിച്ചത്. ചാക്ക് ചെറുതായിട്ടാണ് നമ്മൾ മടങ്ങിയിരിക്കുന്നത്. ആഞ്ഞിലിയുടെ കരിയിലയാണ് നമ്മൾ പൊളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തിടാൻ ഒരു ഫ്ലോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കണം. അപ്പോൾ കച്ചോലം നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം, അതുപോലെ നല്ല വളവുമായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടും. അപ്പം നമുക്കിനി ഒരു ഫ്ലോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ നടിലിൻ്റെ ഇത് മനസ്സിലാക്കി. ഫ്ലോട്ടിംഗ് മിശ്രിതത്തിൽ നമ്മൾ ചേർക്കുന്നത് ഈ പറയുന്ന മണ്ണ്, ഇത് അരിച്ചു വെച്ചിരിക്കുന്ന മണ്ണാണ്. കല്ലൊന്നുമില്ലാത്ത രീതിയിൽ അരിച്ചു വെച്ചിരിക്കുന്ന മണ്ണാണ്. ഈ മണ്ണിൽ നമ്മൾ അല്പം ചാണകപ്പൊടി, ചാമ്പൽ ഒക്കെയോടെ ചേർന്നുള്ള ഒരു ഇതിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇതൊന്ന് മിശ്രിതമാക്കുക. ഇന്ന് ഇളക്കി റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതിളക്കി റെഡിയാക്കി ഇപ്പോൾ ഇത് മിശ്രമാക്കി. ഇനി ഇത് നമ്മൾ ഈ ചാക്കിനകത്ത് ഇടുവാണ്. ശ്രദ്ധിച്ച് നോക്കിയോണം. നമ്മൾ ഈ ചാക്കിനകത്ത് ഇട്ടു. അപ്പോൾ ഫ്ലോട്ടിംഗ് മിശ്രം നമ്മൾ ചാക്കിനകത്ത് ഇട്ടു. ഇനി നമുക്ക് അല്ലാതെ ഈ ഫ്ലോട്ടിംഗ് മിശ്രത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അല്ല വെറും മണ്ണ്, ഈ വളമിടാതെ തന്നെ നമ്മൾ എടുത്ത് അരിച്ചു വെച്ചിരുന്ന കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കും.
ഇതെന്തിനാണ് ഈ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തത് വെച്ചാൽ അതിൻ്റെ കാര്യം കൂടെ പറയാം. കാരണം ഇതുപോലെയുള്ള ഏത് വിത്തുകളും നടുമ്പോൾ ഇതിൻ്റെ വേര് ഒരിക്കലും വളത്തിലോട്ട് ഇറങ്ങരുത്. കാരണം ഇതിനകത്ത് ഈ കിഴങ്ങിനകത്ത് തന്നെ ഇത് കിളിച്ച് ഏതാനും ഇല വരാനുള്ള ആഹാരം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു കാരണവശാലും ആദ്യം ഏതൊരു സംഗതി വിടുമ്പോഴും വളത്തിനകത്ത് ഇറക്കി വെക്കരുത്. പകരം മണ്ണിനകത്ത് മാത്രമേ ഇറക്കി വെക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ടത്. ഇനി നമുക്ക് അടുത്ത പ്രക്രിയ എന്ന് വെച്ചാൽ ഇത് നടുക എന്നുള്ളതാണ്. ഇത് കണ്ടാട്ട് ഇത് നമുക്ക് വേറെ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നടാം. പക്ഷേ ഇതിപ്പോൾ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നടേണ്ടതില്ല. നമ്മൾ നടാൻ പോവുകയാണ്. കുറച്ച് രീതിയിൽ ഇങ്ങനെ മേളിലാണ്, ഇതിന് മേളിൽ നമ്മൾ മണ്ണിടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ നട്ടിരിക്കുന്നത്. നട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് മണ്ണ്, വീണ്ടും കുറച്ച് മണ്ണ് കൂടി നമ്മൾ ഈ നട്ടതിൻ്റെ മുകളിലിടണം. നട്ടതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അടിയിലാണ് നമ്മൾ ഇട്ടിട്ട വളം. ഇത് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മുകളിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം എടുക്കാൻ പോവുകയാണ്. ഇതേപോലെ ക്യാനിനകത്താണ് നമ്മൾ വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല ഈർപ്പം ഇതിനാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ നടിയിൽ ഏറെക്കുറെ പൂർത്തിയായി. കാരണം ഈ കച്ചോല ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജന വിളകളെല്ലാം തന്നെ ഇതിൻ്റെ വേര് വളരെ ആഴത്തിലേക്ക് പോയി ആഴത്തിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൻ്റെ മുകളിൽ ഒരിക്കലും വളം ഇടരുത്. ഏറ്റവും അടിഭാഗത്ത് വേണം വളം ഇടാൻ. അതാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പം ഇതിൻ്റെ ഇല ഈ മണ്ണിനോട് ചേർന്ന് തന്നെയാണ് പറ്റി വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റമുണ്ടെങ്കിൽ ഈ മുറ്റത്തിൽ പ്രകൃതി നൽകിയ പരവതാനി വിരിക്കാൻ, ഔഷധ പരവതാനി വിരിക്കണമെങ്കിൽ നല്ല പൂഴിമണൽ ഇട്ടതിന് ശേഷം ഈ കച്ചോലത്തിൻ്റെ ചെറിയ കിഴങ്ങുകൾ പല ഭാഗങ്ങളിലായിട്ട് നട്ടുകൊടുക്കാമെങ്കിൽ 1-1.5 കൊല്ലം കൊണ്ട് നമ്മുടെ മുറ്റം മുഴുവൻ ഇതിൻ്റെ ആ ഇല കൊണ്ട് നിറയുകയും ഒരു ചെടി കാട് പോലും പിടിക്കാതിരിക്കുകയും ഒപ്പം ഇതിൻ്റെ ഈ ഔഷധ ഗുണം നമ്മുടെ ആ പ്രദേശം മുഴുവൻ വ്യാപിക്കുകയും ഏറ്റവും പ്രധാന ഗുണമെന്ന് വെച്ചാൽ ഒരു പനി പോലും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇഴജന്തുക്കൾ, ഈ പാമ്പ് പോലെയുള്ള ഉരകങ്ങളൊന്നും തന്നെ ആ പ്രദേശത്ത് കടന്നു വരത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് പാകമാവും. 7 മാസം ആകുമ്പോഴത്തേന് ഇത് പാകമാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് കരിഞ്ഞ് നിൽക്കും, വേരുമൊക്കെ അങ്ങ് പോവും. ഈ സമയത്ത് വേണം ഇത് നമ്മൾ കിളച്ചെടുത്ത് ഇതിൻ്റെ വേരുകൾ നീക്കം ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണക്കി വിൽക്കാമെങ്കിൽ വലിയ വിലയാണ് ഇതിനകത്ത് ഉള്ളത്. ഒട്ടനവധി രോഗങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഈ കച്ചോലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കച്ചോലം വിത്തുകൾ കിട്ടാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മുറ്റത്ത് സ്ഥലവിസ്തൃതി ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ അതേപോലെ ഈ ചാക്കിലോ ഒക്കെ വളർത്താം. അപ്പോൾ നമ്മുടെ നടിൽ പൂർത്തിയായില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ പുതയിട്ട് കൊടുക്കണം. പുതയിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പുതയിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ഓലയാണ്, നമ്മുടെ തെങ്ങിൽ നിന്ന് വീഴുന്ന ഓല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വെറുതെ കളയുകയാണ്. കാരണം ഗ്യാസും ഒക്കെ പാചകത്തിന് വേണ്ടി വന്നുകൂടി ഇതൊക്കെ വെറുതെ കളയുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഈർപ്പം നിലനിർത്തുന്നതിനും നല്ല ആരോഗ്യത്തോടെ ഈ കച്ചോലം കിളിച്ച് വരുന്നതിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഈ പുതയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഴക്കാലം ഒക്കെ ഏറെക്കുറെയൊക്കെ ആയതുകൊണ്ട്, മഴക്കാലം വരവായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നടിൽ തുടങ്ങിയത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാനും പാമ്പ് പോലെയുള്ള ഉരകങ്ങളിൽ നിന്നും രക്ഷ നേടാനും
രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു അന്തരീക്ഷസ്ഥിതി വീടിന് ചുറ്റും ഉണ്ടാക്കിയെടുക്കുവാനും ഇത്തരത്തിലുള്ള പച്ചമരുന്ന് ഔഷധ കൃഷിയിലൂടെ നമുക്ക് സാധിക്കും. ഒപ്പം ഇത് വിറ്റ് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം വിനോദവും വിജ്ഞാനവും ഒപ്പം ധനവും നൽകുന്ന ഒരു രീതിയാണ് ഈ ഔഷധത്തോട്ട കൃഷി. പക്ഷേ ഔഷധത്തോട്ടം എന്ന് പറയുമ്പോൾ സ്നേഹം വേണം, പരിചരിക്കാനുള്ള ഒരു മനസ്സ് വേണം. ഒപ്പം ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾ കണ്ട് കുറേ അറിവ് സമ്പാദിക്കുക വേണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഞങ്ങളുടെ ഇതിനകത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹകരണങ്ങൾ സാദരം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.